ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷനാണ്. അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യമേ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ നിങ്ങളുടെ എനർജി എന്താണെന്നുള്ളത് നോക്കാം. ഫൈവ് ഓഫ് വൺസ് ആണ്. ഇനി നമുക്ക് പേഴ്സൺ എനർജി നോക്കാം. പേഴ്സൺ എനർജി ഫോർ ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജി കമ്പൈൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വ്യക്തി ഒന്ന് വിഡ്രോ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്യാതെ മാറി നിൽക്കുന്നൊരവസ്ഥ, ഒരു എക്സോസ്റ്റഡ് ആയിട്ടുള്ളൊരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പിൻവലിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അപ്പോൾ ചിലപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് പാറ്റേണിലൊക്കെ പോകുന്ന ഒരവസ്ഥയായിരിക്കാം. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു റിസൾട്ടോ അല്ലെങ്കിൽ എനർജിയോ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്നില്ല. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാതെ മാറി നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. പക്ഷേ അവർ ചിലപ്പോൾ കാര്യമായിട്ടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല, വളരെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവാം ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും ഇവരുടെ ഭാഗത്തുനിന്നില്ല. ഈ ഒരു സൈലൻറ്റ് മോഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്കണൻറ്റ് മോഡിലേക്ക് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി നമുക്കിവിടെ വളരെ എവിഡൻ്റ് ആയിട്ട് കാണാം. വളരെയധികം ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കിട്ടുന്നില്ല, ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല. ഇനി അറ്റ്ലീസ്റ്റ് അവരുടെ മനസ്സിനകത്ത് എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് നിങ്ങൾക്കിടയിൽ വന്നതെന്നോ അല്ലെങ്കിൽ വേറെ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം. അതൊന്നും ആൻസറബിൾ അല്ല. ഈ ഒരു പേഴ്സൺ അതൊന്നും പറയുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഫ്രസ്ട്രേഷനും മനസ്സിനകത്തുണ്ട്. കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നല്ലതുപോലെ അനുഭവിക്കുന്നുണ്ട്. മാനസികമായിട്ടുള്ള ആ ഒരു ഇൻറ്റേർണൽ സ്ട്രഗിൾ നമുക്കിവിടെ കാണാം. ചിലപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവും. അതൊക്കെ ഇനിയിപ്പോൾ ഈവൻ ഒരു കോൺടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒന്നും മറുപടി പറയാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആക്കുകയോ ഒക്കെ ചെയ്തെന്ന് വരാം. അപ്പം അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജീസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളെന്ന് പറയുമ്പോൾ മാനസികമായിട്ട് നല്ലൊരു പിരിമുറുക്കം അനുഭവിക്കുന്നതായിട്ട് കാണാം. ഒരു സമാധാനമില്ല, കാംനെസ്സിലേക്ക് വരാനായിട്ട് പറ്റാത്ത ആ ഒരു എനർജി തന്നെയാണ്. ഇനിയിപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് കോൺടാക്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും സംഭവിക്കാം. അതായത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കൂടുതൽ സംസാരിക്കുമ്പോൾ ഒന്നും കൂടി മാറി നിൽക്കുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. എപ്പോഴും നമ്മളുടെ മനസ്സിനകത്തുള്ള ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ആണല്ലോ പുറത്തേക്ക് വരുമ്പോൾ ദേഷ്യമായിട്ടും വഴക്കായിട്ടും ഒക്കെ മാറുന്നത്. നമുക്ക് ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും ഒരു വേറെ ഒരു ഡൈവേർഷനിലേക്ക് കാര്യങ്ങൾ പോവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു സമാധാനക്കുറവ് അല്ലെങ്കിൽ ഒരു പിരിമുറുക്കം, ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ നമുക്കിവിടെ കാണാം. എന്താണെന്നുണ്ടെങ്കിലും പരസ്പരം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആ ഒരു മാനസികമായിട്ടുള്ള അകൽച്ചയിലോ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ്. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, ഒരു ഹോണസ്റ്റ് കോൺവെർസേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നമായിരിക്കാം. അപ്പോൾ രണ്ടുപേരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തരത്തിലാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും വല്ലാതെ ഒരു പിരിമുറുക്കത്തിലിരിക്കുന്ന ഒരു ചിലപ്പോൾ ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഒരു ചൊടിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ദേഷ്യമൊക്കെ ആയിരിക്കും മനസ്സിൽ തോന്നുന്നത്. അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല.
അവരാണെന്നുണ്ടെങ്കിലും ഞാൻ ഒന്നിനും ഇല്ലേ എന്നുള്ള മട്ടിലിരിക്കുമായിരിക്കും. ചിലപ്പോൾ പല കാര്യങ്ങൾക്കും ഉത്തരം അവർക്കറിയാം, അല്ലെങ്കിൽ പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരമായിട്ട് ഞാൻ ഒന്നിനും ഇല്ല എന്നുള്ള രീതിയിൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ചിലപ്പോൾ പ്രകടമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു എനർജീസൊക്കെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു പേഴ്സണിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പിൽ പോകാനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ, മനസ്സിനകത്ത് എന്താണെന്നുള്ളത് നോക്കാം. Hermit, High Priestess, Seven of Wands, Chariot, Knight of Swords, Six of Swords, Princess of Cups, Seven of Cups, Ten of Wands, Seven of Swords, King of Wands, Two of Cups, Nine of Cups, Seven of Pentacles and Three of Wands. നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഫസ്റ്റ് എനർജീസ് എന്ന് പറയുന്നത് തന്നെ ഹെർമിറ്റ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് എനർജീസാണ്. ഈ രണ്ട് എനർജീസാണ് എന്നുണ്ടെങ്കിലും ഒരു ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ലൗഡായിട്ടുള്ള എനർജീസ് അല്ല. ഈ ഒരു എനർജിയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സോളിറ്റ്യൂഡ് ആഗ്രഹിക്കുന്ന, കാര്യങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തത വേണം, അല്ലെങ്കിൽ കുറച്ചൊരു ടൈം വേണം എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. ഒരു നട്ട്ഷെല്ലിനകത്താണ്, അങ്ങനെ അങ്ങ് എക്സ്പോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എനർജിയല്ല. സെയിം വേ നമുക്കിവിടെ ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജി ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെയാണ്. അതായത് അവിടെ അവർ ഇപ്പം നമ്മൾ നേരത്തെ അവരുടെ ഒരു എനർജിയിൽ കണ്ട കാര്യമാണ്. അവരുടെ ഓവറോൾ എനർജി എടുത്തപ്പോൾ അവർ പ്രത്യേകിച്ച് ആക്റ്റീവ് ആയിരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിലും ഒന്ന് പിൻവലിഞ്ഞ പോലെ ആയിരിക്കാം നിൽക്കുന്നത്. ചിലപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടായിരിക്കാം. നിങ്ങൾ ഇനിയിപ്പോൾ ഒന്ന് പ്രകോപിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഒരു റെസ്പോൺസ് ഒന്നും കിട്ടാത്ത പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. മേ ബി നിങ്ങളുടെ ആ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് അതുകൊണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു അവസ്ഥയാണ്. അവരെ തന്നെ നിയന്ത്രിച്ച് നിർത്തുന്ന ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. അസാധാരണമായിട്ടുള്ള ഒരു മനോനിയന്ത്രണം ഈ ഒരു സമയത്ത് കൊടുക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മുന്നിൽ അധികം ഒരു ലൗഡ് ആവാതെ നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. മനസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പ്ലാനിങ് നടക്കുന്നുണ്ട്. ആ ഒരു പേഴ്സൺ ഒന്നും ഇങ്ങനെ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അവരെന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇനി എന്താണെന്നുള്ളത് അവർ എക്സ്പോസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവരിതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നല്ല, നന്നായിട്ട് ഈ ഒരു പേഴ്സൺ കാര്യങ്ങൾ ആലോചിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളെ അറിയിക്കുന്നില്ല. അവരുടെ മനസ്സെന്താണെന്നുള്ളത് നിങ്ങളെ അറിയിക്കാതെ അവർ ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്ന പോലെ അവരുടെ ഇതുമായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഡീപ്പ് ഇമോഷണൽ ഫീലിങ്സ്, അതുപോലെ പ്ലാനിങ് ഒക്കെ ഈ ഒരു വ്യക്തിക്കുണ്ട്. അത് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഡിഫെൻസീവായിട്ട് തോന്നുന്നുണ്ടാവാം. കാരണം അത് അറിയിക്കുന്നില്ലല്ലോ. ഇപ്പോൾ നമുക്കൊരു പേഴ്സണോട് സ്നേഹമുണ്ട്, ഇനിയിപ്പോൾ സ്നേഹം വേണ്ട, നമുക്ക് ദേഷ്യമായിരിക്കാം, നമുക്ക് ചില തീരുമാനങ്ങളുണ്ട്, ഇതെല്ലാം നമ്മൾ വാതുറന്ന് പറയുമ്പോഴാണ് അപ്പുറത്തെ ആൾക്ക് മനസ്സിലാവുന്നത്. അപ്പോഴാണ് അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുന്നത്. അല്ലാത്തടത്തോളം കാലം അവർ സ്വന്തമായിട്ട് നിഗമനങ്ങളിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കും. ഇതായതുകൊണ്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളുള്ളതുകൊണ്ടാണ്, എന്നെ ഒഴിവാക്കാനാണ്, ഇതൊക്കെ നമ്മളുടെ ഒരു സെൽഫ് തോട്ടായിട്ട് കയറി വരും. കാരണം നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് റിപ്ലൈ ഇല്ല. അപ്പോൾ നമ്മൾ തന്നെ പല രീതിയിൽ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നേരത്തെ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ നമുക്കത് കാണാം. അങ്ങനെയുള്ള പല രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ച് നോക്കുന്നുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ മനസ്സിനകത്ത് കയറി പല പല തോട്ട്സിലൂടെ പോകുന്നു. പല പല കാര്യങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ടാവാം. പക്ഷേ അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലാണ്. അവർ ആ ഒരു നട്ട്ഷെല്ലിനകത്താണ്, അല്ലെങ്കിൽ അവർക്കൊരു സോളിറ്റ്യൂഡ് വേണം, ഒരു ടൈം സ്പേസ് വേണം എന്നവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് മാത്രമല്ല, ഒരു വളരെ അസാമാന്യമായിട്ടുള്ളൊരു നിയന്ത്രണം നമുക്കിവിടെ കാണാമെന്നുള്ളതാണ്.
നമ്മൾ നാവടക്കി വെക്കുക എന്ന് പറയുന്നത് പോലെ ആ, സംസാരിക്കാൻ തന്നെ വിമുഖത കാണിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അത് പർപ്പസ്ഫുള്ളി ഈ ഒരു പേഴ്സൺ ആ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ നമ്മൾ ഇവരുടെ മറ്റുള്ള സ്ട്രോങ് എനർജീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കണക്ഷൻ ഇനി താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി വേണ്ടാന്ന് വിചാരിച്ച് ഇവർ ഉപേക്ഷിച്ച് കളഞ്ഞത് കൊണ്ടാണോ ഈ ഒരു നിലപാട് എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല എന്നുള്ളത് നമുക്കിവിടെ വളരെ കാര്യമായിട്ട് കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് നമ്മളിവിടെ ഈ ഒരു ചാരിയറ്റ് എനർജി, അതുപോലെ തന്നെ 2 of Cups, 3 of Wands, ഈ എനർജീസൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ആ ഒരു വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഡീപ്പായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ അവർ മിണ്ടുന്നില്ല, സൈലൻ്റായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അവരൊന്നും മനസ്സിലാക്കാതെയും പ്ലാൻ ചെയ്യാതെയും ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. അവരുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ കറൻലി അവർ അതിനായിട്ട് ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ സംസാരിക്കുന്നു ഓൺ ആൻഡ് ഓഫിൽ പോകുന്ന ഒരു ടൈമാണ്, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചൊന്ന് നോ കോണ്ടാക്റ്റിൽ പോകുന്നൊരു ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളിലേക്ക് കൂടി വരാനായിട്ടുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു എനർജിയൊക്കെ നമുക്കവിടെ കാണാം. പക്ഷേ അങ്ങനെ കാണുമ്പോൾ തന്നെ അവർ ചിന്തിക്കുന്നത് കുറച്ചൊരു സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു അന്തരീക്ഷം, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു സേഫായിട്ടോ അല്ലെങ്കിൽ കംഫർട്ടായിട്ടോ തോന്നുന്ന ഒരു സോണിൽ മാത്രം മതി എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാത്രമായിരിക്കണമെന്നില്ല, അവരുടെ ഒരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ കാര്യമായിട്ടുള്ളൊരു ബേർഡൻ കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ, ഒരു സ്വസ്ഥതയും സമാധാനം ഇല്ലാതെ. ഇപ്പോൾ റിലേഷൻഷിപ്പ് മാത്രമല്ല, നമ്മളെ ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അത് നമ്മളുടെ ഫാമിലി, നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മളുടെ ജോലി, നമ്മളുടെ പണം, ആരോഗ്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴും നമുക്ക് അവിടെയൊന്നും തൃപ്തിയില്ല, അല്ലെങ്കിൽ അവിടെയൊക്കെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാധിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഹെവി ബേർഡൻ ആയിട്ടുള്ള ഒരു അവസ്ഥയോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് തന്നെ ഒരു സ്വസ്ഥത ഇല്ലാത്തൊരു അവസ്ഥയൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് അവരുടെ നക്ഷലിൽ നിന്ന് പുറത്തിറങ്ങി പലപ്പോഴും നിങ്ങളോട് സംസാരിക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഏർജും കാര്യങ്ങളൊക്കെ വരുമ്പോഴും അവർ സ്വയം നിയന്ത്രിച്ച് നിർത്തുകയാണ്. വേണ്ട, അതിനുള്ളൊരു സമയമായിട്ടില്ല, കുറച്ചൊരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു സിറ്റുവേഷനിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു ഇമോഷൻസ് കൈമാറാനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതി നമുക്ക് കാണാം. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവർക്കൊരു സോളിറ്റ്യൂഡിൽ ഇരിക്കേണ്ടുന്നൊരവസ്ഥ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വേണം, ഞാനിപ്പോൾ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കേണ്ടെന്നുള്ള ഒരു സമയമല്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഒരു വശത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിച്ചോളൂ, അല്ലെങ്കിൽ എല്ലാം എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് പറഞ്ഞാലോ എന്നുള്ളൊരു ചിന്താഗതി വരുമ്പോൾ അവർക്ക് തന്നെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു പകപ്പ്, അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ പോലെ അവരുടെ ലൈഫിലുള്ള ഹെവി ബേർഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളോട് തുറന്ന് പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി മുൻനിർത്തി നോക്കുമ്പോൾ അതിനുള്ളൊരു സമയമായിട്ടില്ല എന്നാണ് ആ ഒരു പേഴ്സണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ എന്തെങ്കിലും ആക്ഷൻ എടുത്താലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാലോ, ചിലപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത് അതേപോലെയുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചും കൂടി മോശം ഒരവസ്ഥയിലേക്ക് പോയാലോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി നമുക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് കാണാം. അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറൻ്റ്ലി ഉള്ള പല കാര്യങ്ങളും, അവരുടെ സിറ്റുവേഷൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഒന്ന് ഓക്കെ ആവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷൻസ് എല്ലാം അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ അതും പറയുന്നില്ല അവർ. അവർ പൊതിഞ്ഞു വെച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. പലപ്പോഴും അത് ബ്രേക്ക് ചെയ്യാനായിട്ട് അവരുടെ മനസ്സ് തന്നെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും അവർ കുറച്ചും കൂടി ഒന്ന് ലോജിക് മൈൻഡ് സെറ്റ് വെച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു ഗട്ട് ഫീലിംഗ് വെച്ച് അവർക്ക് നോക്കുമ്പോൾ ഇതൊരു റൈറ്റ് ടൈം അല്ല എന്നുള്ളൊരു ചിന്താഗതി നമുക്കിവിടെ കാണാം. അപ്പോൾ എത്രയൊക്കെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്ക് കാണാം ആ ഒരു ഫയറി നേച്ചർ, അല്ലെങ്കിൽ ആ ഒരു തീക്ഷ്ണ സ്വഭാവമായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോടിപ്പോൾ അത്രയും ഒരു ഹോണസ്റ്റായിട്ട്, അല്ലെങ്കിൽ അത്രയും ഹാർമണിയിൽ പോകാനായിട്ടും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി നമുക്ക് നല്ലതുപോലെ കാണാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെയും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാത്രമല്ല, വേറെ അവർക്ക് ഹെവി ബേർഡൻ അവരുടെ ലൈഫിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു പരിധിവരെ ഇവരുടെ പ്രശ്നങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചിലവർക്ക് കരിയറിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയമായിരിക്കാം, ഫിനാൻഷ്യലി ചിലപ്പോൾ സ്റ്റെബിലിറ്റി ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയായിരിക്കും, പല കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്താണോ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിക്കോട്ടെ, അതിനെ ചിലപ്പോൾ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരു സമയമായിരിക്കും.
ഒട്ടും ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ റിലേഷൻഷിപ്പും കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അവർ വളരെയധികം ഒരു കാംനെസ് അല്ലെങ്കിൽ ആ ഒരു ശാന്തതയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം ഈ വ്യക്തി എന്ന് പറയുന്നത്. അവർക്ക് അനാവശ്യമായിട്ടുള്ള ഒരു സംസാരം പോലും ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണത്. ഇപ്പോൾ ചിലവർ നമുക്ക് കാണാം വളരെ ബഹളക്കാരുണ്ടാവും, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ചിലവർ നേരെ ഈ പറഞ്ഞതിന് വിപരീതമായിരിക്കും. അവർക്ക് ഒരു സമാധാനവും ശാന്തതയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ അവരുടെ പ്രകൃതത്തിലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഒരു ദേഷ്യപ്പെടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ചെറുതായിട്ട് പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ദേഷ്യം മുഴുവൻ പുറത്ത് ചാടും. പക്ഷേ ഇതുപോലെയുള്ള വ്യക്തികളെന്ന് പറയുമ്പോൾ അവരുടെ ഒരു മനസ്സറിയുക വളരെ ടഫാണ്. കാരണം നമ്മൾ പറയുന്നത് പോലെ കരിങ്കല്ലിന് കാറ്റ് പിടിക്കുക എന്ന് പറയില്ല, എന്ന് പറഞ്ഞ പോലെ ഇരിക്കും. പെട്ടെന്നൊന്നും അവരുടെ മനസ്സിലുള്ളത് ചോർത്തിയെടുക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലാനിങ് ഒക്കെ മനസ്സിലാക്കാനോ അടുത്തൊരു ആണെന്നുണ്ടെങ്കിൽ പോലും കഴിയണമെന്നില്ല. കാരണം അവർ പെട്ടെന്ന് പ്രൊവോക്ക് ആവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇമോഷൻസ് നിയന്ത്രിക്കാനായിട്ട് വളരെയധികം കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ടഫായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ അത്തരത്തിലുള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെ കാര്യമായിട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ബഹളം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇവിടെ ചിലപ്പോൾ ഈ ഒരു പേഴ്സണേക്കാളും കയറി വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓപ്പണായിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളായിരിക്കണം. ഈ ഒരു പേഴ്സൺ അത്രയധികം ആവണമെന്നില്ല. അവരുടേതായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ ചിന്തിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി കൂടിയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് ഏതൊക്കെയോ കാര്യത്തിന് വഴക്കിട്ടു വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു കാര്യം മുതൽ അതിൻ്റെ ഒരു റൂട്ട് ലെവലിലുള്ള കാര്യങ്ങൾ വരെ അവരോട് ചിലപ്പോൾ ഓപ്പണായിട്ട് പറയും. ഇന്ന ഇന്ന കാര്യങ്ങളാണ് എന്നെ വിഷമിപ്പിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ കുറേ എക്സാമ്പിൾസ് സഹിതം ചിലപ്പോൾ നിങ്ങൾക്ക് പറയാനുണ്ടായെന്ന് വരും. അതേസമയം ഈ ഒരു പേഴ്സണോടാണ് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചിലപ്പോൾ അവർ ഒറ്റ വാക്കിൽ പറയൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന് ചിലപ്പോൾ പറഞ്ഞു കളയും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പരിമിതമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് അവരത് ഒതുക്കിക്കളയും. അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്. മാത്രമല്ല ഇവരുടെ ആ ഒരു ഗട്ട് ഫീലിങ്ങിൽ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അവരുടെ ആ ഒരു തോന്നലനുസരിച്ച് ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് വിട്ടു പോകുന്ന ഒരു പേഴ്സണായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ആടി വലഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ അത് കളഞ്ഞിട്ട് പോവില്ല എന്നുള്ള ഒരു തോന്നൽ ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ കാണാം അവർ വളരെയധികം സമാധാനം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹാപ്പിനെസ്സിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവർക്കുള്ളത്. ഒരിക്കലും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മോശമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് ഒരുപാട് ബേർഡൻ ഉണ്ട്, ഡിസ്റ്റർബൻസസ് ഉണ്ട്, അതിലൊന്നും അല്ല പോകേണ്ടത്. സമാധാനത്തിൽ വേണം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോകാൻ. ഇതിനകത്തൊരു ഫ്യൂച്ചർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതും ആ ഒരു രീതിയിൽ പോകണം എന്നുള്ള ഒരു പ്ലാനിങ് ആണ് ഈ ഒരു പേഴ്സണുള്ളത്. അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണുള്ളത്. അപ്പോൾ അതിന് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം കൂടി ഈ വ്യക്തിക്ക് ഉണ്ടെന്ന് പറയാം. ചിലവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ചില റീഡിംഗ് ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ഒട്ടും വിശ്വാസം ഉണ്ടാവണമെന്നില്ല, ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവുമോ എന്ന് പോലും. പക്ഷേ ചിലവർക്ക് അങ്ങനെയല്ല. അതിനകത്ത് കറൻ്റ്ലി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു മാറ്റം ഉണ്ടാവും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ ഒരു ഗട്ട് ഫീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി ആ ഒരു തരത്തിലായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാനിക് അറ്റ്മോസ്ഫിയറിൽ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത്. വളരെ സമാധാനത്തിൽ ശാന്തമായിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അങ്ങനെയാണ് ഇത് പോകേണ്ടത്. അല്ലാതെ ഇപ്പോഴത്തെ ഒരു ഡിസ്റ്റർബിങ് മൈൻഡ് സെറ്റിലല്ല എന്നുള്ളത് നമുക്ക് വളരെ എവിഡൻ്റായിട്ട് കാണാം. അതിനായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ റെഡിയാണ്. അപ്പോൾ അവർ റെഡി ആയിട്ടിരിക്കുമ്പോഴും നിങ്ങളെ അതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് അവർ ഒരുക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ കോൺഫിഡൻസ് ആണ് അതിൻ്റെ ഒരു കാരണം. അല്ലെങ്കിൽ അവരുടെ ഒരു ഗട്ട് ഫീലിങ്ങിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ നിൽക്കുന്നത്. നീ ഒരു വ്യക്തിക്ക് എന്നെ വേണ്ടേ, അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇതിന് ഫ്യൂച്ചർ ഉണ്ടാകുമ്പോൾ എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിൽ തന്നെയല്ല ഇതിന് മാറ്റാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുള്ളതായിട്ട് നമുക്ക് കാണാം. അത് ഒരുപക്ഷെ അവരുടെ ഒരു ഇന്നർ വോയിസിൽ നിന്ന് അവർക്ക് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എന്തോരം പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അവർ കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു വെയിറ്റിംഗ് എനർജി കാണാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഈ പേഴ്സൻ്റെ മനസ്സിനകത്ത് നടക്കുന്നുണ്ട്. പുറമെ ഇതൊന്നും കാണാത്തതോ അല്ലെങ്കിൽ അറിയാത്തതോ ഒക്കെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും മനസ്സിനകത്ത് നല്ലതുപോലെയുള്ളൊരു കാൽക്കുലേഷൻ ഉള്ളൊരു വ്യക്തിയാണ്. അവർക്ക് ഇപ്പോൾ നിലവിൽ കുറച്ചൊരു ടൈം അല്ലെങ്കിൽ ഒരു സ്പേസ് അവരുടേതായിട്ട് വേണ്ടുന്നൊരു വ്യക്തിയാണ്. ഒരു ഡിസ്റ്റർബൻസസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വളരെ പാനിക്കായിട്ടുള്ള അറ്റ്മോസ്ഫിയറോ ആ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതും കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം.
വളരെ ശാന്തമായിട്ട് പോകാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പിനെസ്സിൽ നിങ്ങളെയാണെന്നുണ്ടെങ്കിൽ ഒരു സന്തോഷത്തോടു കൂടി പോകണം, അങ്ങനെ ഇത് പോകേണ്ടതൊരു കാലം വരും, അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഒത്തു വരും എന്നുള്ളൊരു ചിന്താഗതി അവരുടെ മനസ്സിനകത്തുണ്ട്. ഇപ്പോൾ ചിലർ പറയാറുണ്ട് അവർ തമ്മിൽ ഭയങ്കരമായിട്ട് ചിലപ്പോൾ അടിച്ചു പിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും, എങ്കിലും അവൾക്ക് എന്നെ മറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവൻ എന്നെ അങ്ങനെ കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല. മനസ്സിനകത്ത് എത്രത്തോളം സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മനസ്സിൽ ഞാനുണ്ടെന്നുള്ളത് എനിക്ക് അറിയാമെന്ന് പറയും. ചിലപ്പോൾ മുഖത്തോട് മുഖം നോക്കി വഴക്കായിരിക്കും, എങ്കിലും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. കാരണം അത് അവരുടെ ഒരു കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണറോടുള്ള വിശ്വാസമാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം എത്രമാത്രം ഉണ്ട് എന്ന് അവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ കറൻലി ഈ പറഞ്ഞ ഒരു സൈലൻസോ നോ കോൺടാക്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും വേണ്ടാന്ന് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കൂടി ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അവർ അവരുടേതായിട്ടുള്ളൊരു ടൈം വരെ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൈറ്റ് ടൈമിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ വരാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് കുറച്ചൊരു സ്പേസ് വേണം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ടൈം അവർക്ക് കൊടുക്കണം എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചോദിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അവർ റിപ്ലൈ ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. യഥാർത്ഥ സമയം വരുമ്പോൾ ഞാൻ വന്ന് മിണ്ടിക്കോളാം. മാത്രമല്ല നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും അവരെ കളഞ്ഞിട്ട് പോവില്ല എന്നുള്ളൊരു വിശ്വാസം ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയോട് ഭയങ്കരമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ആർഗ്യുമെൻറ്റ്സിനൊക്കെ പോവുക, അല്ലെങ്കിൽ അവരെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുക, ഇതൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾ അത്രയേറെ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവരുടെ മനസ്സ് തുറക്കണം എന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ കുറച്ചൊരു ഹാർഡ് നട്ടാണ് ഈ ഒരു പേഴ്സൺ. അവരവരുടേതായിട്ടുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ ചിലവർ പുറമേ കാണിക്കുന്ന ആൾക്കാരുണ്ട്, ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ആൻഡ് ബോൾഡാണെന്ന്, പക്ഷെ ഉള്ളിൽ തുറന്നു നോക്കുമ്പോൾ പാവങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ബലം പിടിച്ച് നിൽക്കാൻ പറ്റില്ല. പക്ഷെ ചിലവർ ഈ പറഞ്ഞതുപോലെ പുറമേ ശാന്തരായിരിക്കും, പക്ഷെ അവരുടെ മനസ്സെന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവരെ നമ്മൾ ആർഗ്യുമെൻറ്റ്സിലോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാക്കി എന്തെങ്കിലും പറയിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവരൊന്നും കൂടി മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ ആയിരിക്കും അവിടെ ടെൻഷൻ. അപ്പോൾ ഈ ഒരു പേഴ്സണോട് അവർ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോവും. കാരണം നമ്മളത് ഇവിടെ കണ്ടതാണ്. അവർക്ക് തന്നെ നിങ്ങളോടൊന്ന് ഇപ്പം തന്നെ ഒരു കോൺവെർസേഷൻ വന്നാലോ, അല്ലെങ്കിൽ ആ ഒരു ഡീപ്പ് ഫീലിങ്ങിനെയൊക്കെ വരാനായിട്ടൊക്കെ ആഗ്രഹിക്കുമ്പോൾ നിയന്ത്രിച്ച് നിർത്തുന്നതാണ്, ഒരു കൺട്രോൾ ചെയ്ത് നിർത്തുന്നതാണ്. അപ്പോൾ അത് നിങ്ങളോടുള്ളൊരു കോൺഫിഡൻസിൻ്റെ കൂടി ഒരു ഭാഗമായിട്ടാണ് ആ ഒരു കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നത്. അപ്പോൾ ഒരു സെയിം ഒരു അപ്രോച്ചാണ് നിങ്ങളും കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു ആശയക്കുഴപ്പമൊന്നും കൂടി വരാനും, അല്ലെങ്കിൽ അവർ ഒന്ന് പെട്ടെന്ന് പാനിക്കായിട്ട് വരാനും ഒക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും ഒന്ന് നോക്കാം. അവർക്കൊരു സ്പേസ് വേണം, അല്ലെങ്കിൽ അവർ അക്യുറേറ്റ് ടൈമിൽ അവർ വരാം എന്നുള്ളൊരു ചിന്തയാണല്ലോ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇൻറ്റൻഷൻ ആണല്ലോ എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് സോഡിയക് സയൻസ്, ക്യാൻസർ, പൈസിസ്, വിർഗോ, അതുപോലെ കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 7 ആൻഡ് നമ്പർ 9. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആക്ഷൻ എടുക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ വിചാരിക്കുന്ന പോലെ തന്നെ അവർക്ക് ആക്ഷൻ എടുക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയും കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവർ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് വരും, അല്ലെങ്കിൽ അവർ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ ഉറപ്പാണ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.